ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന കിരൺ അല്ലെങ്കിൽ തണ്ണിമത്തനാണ്. ഈ തണ്ണിമത്തൻ്റെ ചുമന്ന പോർഷൻ മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ വൈറ്റ് കണ്ണില്ല, അത് നമുക്ക് നല്ലൊരു തോരനോ മോരുകറിയോ ഒക്കെ വെക്കാം. അപ്പോൾ ഞാനിന്നത് ചെയ്യാനായിട്ട് നല്ല കട്ടിയുള്ള ഭാഗം കണ്ടപ്പോൾ എനിക്കും തോന്നി അതൊന്നും തോരനും ഞാൻ കഴിക്കാറുണ്ട്, എന്നാലും കളയണ്ടല്ലോ എന്ന് കരുതി ഞാനത് മോരുകറി തോരനും വെക്കാം എന്ന് വെച്ച് തോരനും മോരുകറിക്കും കൂടി ക്ലീൻ ചെയ്ത് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുനുകുനാന്ന് തോരൻ വെക്കാനുള്ളത് വേഗം കുറച്ചുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ വീട്ടിലൊരു ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത്, കാരണം വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരു വിസലിൽ കുക്കറിൽ അടിച്ചെടുക്കണം. കാരണം എനിക്കിപ്പോൾ ഷോപ്പിൽ പോയി ഇരിക്കേണ്ട സമയമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സമയമില്ല. അപ്പോൾ എൻ്റെ അടുക്കളയിലെ പാചകവും കഴിയേണ്ടതുണ്ട്. അപ്പം ഞാനത് റെഡിയാക്കി വേവിക്കാൻ വെച്ചു. അതോടൊപ്പം തന്നെ പച്ചമുളകും വേപ്പിലയും കടുവൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രുചി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയും ഒരു സവാളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വളരെ സ്പീഡ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ഞാൻ അതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകും തീർന്നു, പാക്കറ്റായിട്ടാണ് ഇപ്പോൾ ഇന്നലെ വന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് പാത്രത്തിലൊന്നും ഇടാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കവറും ഇങ്ങനെ കൊട്ടണത് കാണിക്കുന്നത്. അതിനെ കടുകൊക്കെ നന്നായിട്ട് കുറച്ച് അധികമൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ കടുകിൻ്റെ. എണ്ണയൊക്കെ ഉപയോഗിച്ച് ആൾക്കാർ പാചകം ചെയ്യുന്നുണ്ട്. കടുകൊക്കെ നല്ലതാണ് ശരീരത്തിന്, വേപ്പിലയും നല്ലതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് നല്ലോണം വഴന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അത് കുറച്ചൊന്ന് മൂക്കട്ടെ കേട്ടോ. മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ കിരൺ ഉപ്പേരി നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. കണ്ടില്ലേ, എൻ്റെ അടുക്കളൊക്കെ ഇച്ചിരി ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. എനിക്കൊരു വിഷമമുണ്ട്, കാരണം എൻ്റെ പണി ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാൻ. അപ്പോൾ ഇതെല്ലാവരും കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അതാണ്ടേ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലോണം അങ്ങോട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ളൊരു കിരണിൻ്റെ തോട് വെച്ചുള്ളൊരു തോരൻ കഴിക്കാം. നല്ല രുചിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സെറ്റായിട്ട് നിങ്ങൾക്ക് ഉച്ചയൂണിന് നല്ലൊരു തോരൻ. ഓക്കെ, ബൈ ബൈ, സീ യു.